action, but have you met the man behind the magic? Sundardas isn't just a name in the credits. He's the soul of every frame, the passion behind every shot. From dawn till dusk, he lives and breathes cinema. Growing up in a small village, Sundardas was captivated by the flickering images on a makeshift screen. He dreamed not just of watching movies, but of creating them. Determined and driven, he fought against all odds to pursue his passion. Today, Sundardas is a maestro of the lens, transforming visions into reality. His dedication is unparalleled, his focus unwavering. On set, he's the calm in the storm, finding beauty in chaos. He believes every story deserves to be told with heart and soul. This is my story, not someone else's. It's my own. രാമേശ്വരത്തെ ആഴം കുറഞ്ഞ കടലിലെ അരക്കൊപ്പം വെള്ളത്തിലേക്ക് ഞാനിറങ്ങി. വെള്ളത്തിൽ തെളിഞ്ഞ സ്വന്തം മുഖത്തിന്റെ പ്രതിച്ഛായയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ചുരുങ്ങിയ ചില നാളുകൾക്കുള്ളിൽ സ്വന്തം മുഖഭാഷയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞു. താടിയും മുടിയും നീണ്ടു വളർന്നിരിക്കുന്നു. ഇപ്പോൾ തന്റെ മുഖത്തിന് മുത്തച്ഛന്റെ മുഖത്തോടാണ് കൂടുതൽ സാദൃശ്യമെന്ന് തോന്നുന്നു. സാദൃശ്യമല്ല, സാക്ഷാൽ മുത്തശ്ശൻ തന്നെ. പഴയന്നൂരിലെ ആ പഴയ വീടിന്റെ ഇരുളും വെളിച്ചവും ഇടകലർന്ന കോലായിലെ ചാരുകവിഞ്ചിയിൽ അലസമായി കിടന്നുകൊണ്ട് മുറുക്കാൻ ചവയ്ക്കുന്ന മുത്തശ്ശൻ. അത്താഴം കഴിഞ്ഞു അയഞ്ഞ മനസ്സുമായി കവിഞ്ചിയിൽ കിടന്ന് ഇരുണ്ട സന്ധ്യയെ ആസ്വദിക്കുന്ന മുത്തശ്ശൻ. മുത്തശ്ശൻ തന്റെ ഒരിക്കലും പറഞ്ഞു തീരാത്ത കഥകളുടെ ഭാണ്ഡക്കെട്ടഴിക്കുന്ന സമയവും ഇത് തന്നെ. ആ ഫ്രെയിമിലേക്ക് മണിക്കുട്ടൻ സാവകാശം കടന്നു ചെല്ലും. തല ചെരിച്ചു നോക്കിക്കൊണ്ട് മുത്തശ്ശൻ വിളിക്കും, വാ വാ. മുറ്റത്തേക്ക് നീട്ടിത്തുപ്പിയ ശേഷം മുത്തശ്ശൻ പറയും, എന്റെ മണിക്കുട്ടന് മാത്രം എത്ര കഥ കേട്ടാലും മതിയാവില്ല. മുത്തശ്ശൻ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കും, മോനിന്ന് ഏത് കഥയാ കേൾക്കേണ്ടത്? മുത്തശ്ശൻ കഥ തുടരും. അങ്ങനെ രാമരാവണ യുദ്ധം കഴിഞ്ഞു. രാമൻ സീതയെയും മോചിപ്പിച്ചുകൊണ്ട് രാമേശ്വരത്തെത്തി. അവിടെ എത്തിയ രാമൻ ആദ്യം ചെയ്ത് എന്താണെന്നറിയോ? മുത്തച്ഛന്റെ ചോദ്യത്തിനുള്ള ഉത്തരവും മുത്തശ്ശൻ തന്നെ പറഞ്ഞുകൊള്ളും. യുദ്ധത്തിൽ വധിക്കപ്പെട്ട ശത്രുക്കളെ കുറിച്ചാണ് രാമൻ ആദ്യം ചിന്തിച്ചത്. ദേഹത്തെ മാത്രമല്ലേ കൊല്ലാൻ കഴിയൂ? ദേഹിയെ കൊല്ലാൻ ആർക്കാ കഴിയുക? ഒരു രാമനും കഴിയില്ല. താൻ കൊന്ന ശത്രുക്കളുടെ ആത്മാക്കൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് രാമനറിയാം. ആ പരേതാത്മാക്കൾക്കൊക്കെ നിത്യശാന്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? അവരുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണം. മരിച്ച യോദ്ധാക്കളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ ലങ്കയിൽ ആരെയെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ ഈ രാമൻ? ആരുമില്ല. മക്കളെയും മക്കളുടെ മക്കളെയുമെല്ലാം ഒന്നൊഴിയാതെ കൊന്നുകളഞ്ഞില്ലേ? അവരുടെ പരേതാത്മാക്കൾ ഗതി കിട്ടാതെ അലഞ്ഞു തിരിയുകയാണ്. ശത്രുക്കളുടെ ആത്മാക്കൾക്കായാലും അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് രാമന് പക്ഷേ നിർബന്ധമായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി വിധിപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ രാമൻ തൻ്റെ ശത്രുക്കളുടെ പരേതാത്മാക്കൾക്ക് നിത്യശാന്തി നേടിക്കൊടുത്തെന്നാണ് രാമകഥ. രാമനോടൊപ്പം രാമേശ്വരത്തെത്തിയ സീത ആദ്യമായി ചെയ്തതെന്താണെന്നറിയോ? മണൽ കൊണ്ട് ഒരു ശിവലിംഗമുണ്ടാക്കി പ്രതിഷ്ഠ നടത്തി, പൂജയും നടത്തി. അപ്പോഴേക്കും ഹനുമാനും വന്നെത്തി. ഹനുമാന്റെ കയ്യിലൊരു ശിവലിംഗമുണ്ട്. അതങ്ങ് കൈലാസത്തിൽ നിന്നും കൊണ്ടുവന്നതാണ് രാമന് പ്രതിഷ്ഠിക്കാൻ. അന്ന് രാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് രാമനാഥ ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന പ്രധാന പ്രതിഷ്ഠ. ആ സ്ഥലമാണ് മോനെ ഇന്നത്തെ രാമേശ്വരം. മുത്തശ്ശൻ കഥ തുടരുന്നതിനിടയിൽ എപ്പോഴോ മണിക്കുട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അതേ മുത്തശ്ശ, ശ്രീരാമന്റെ കാൽപാദം പതിഞ്ഞ അതേ മണ്ണിലാണ് മുത്തശ്ശന്റെ മണിക്കുട്ടൻ ഇന്ന് നിൽക്കുന്നത്. രാമൻ അന്ന് നിർവഹിച്ചതുപോലൊരു കർമ്മമാണ്
ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. മരിച്ചുപോയവർക്ക് വേണ്ടി സാധാരണയായി നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് പിണ്ടം വയ്ക്കൽ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായി സങ്കല്പിച്ചുകൊണ്ട് ഇത്തരം കർമ്മങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ ചെയ്യുന്ന കർമ്മത്തിന് ഇരിക്കൽ പിണ്ടം എന്ന് പറയും. ഇവിടെ ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ ഇരിക്കൽ പിണ്ടം എൻ്റെ മകനെ കൊണ്ട് ഞാൻ തന്നെ നിർവഹിപ്പിക്കുകയാണ്. ദാസേ, ഇത് വേണോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? എല്ലാം സമ്മതിച്ചു കർമ്മങ്ങൾ ചെയ്യാൻ കൂടെ വന്ന മിത്രൻ നമ്പൂതിരിപ്പാട് ഒരിക്കൽ കൂടി തന്റെ ആശങ്ക അറിയിച്ചു. വേണം തിരുമേനി. തീരുമാനം ഉറച്ചതായിരുന്നു. 3 വർഷം മുൻപ് എന്റെ സന്യാസയോഗത്തെക്കുറിച്ചു പ്രവചിച്ച ആളാണ് മിത്രൻ നമ്പൂതിരിപ്പാട്. അന്ന് അദ്ദേഹത്തോട് തെല്ലൊരു പരിഹാസം തോന്നിയിരുന്നു. അന്നത്തെ സുന്ദർദാസിന്റെ ജീവിത രീതിയും മാനസികാവസ്ഥയും അത്തരത്തിലായിരുന്നു. ജീവിതാവസ്ഥകൾ വളരെ പെട്ടെന്നാണ് മാറിമറിയുന്നത്. മനുഷ്യ മനസ്സിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ അധിക സമയമൊന്നും ആവശ്യമില്ല. എല്ലാത്തിനോടും തോന്നുന്ന ഒരു തരം മടുപ്പും വിരക്തിയും. മനസ്സും ശരീരവും നിഷ്ക്രിയമാകുന്നു. ഇനി മതി എന്ന തോന്നൽ ശക്തമാകുന്നു. കേവലം 20 വർഷങ്ങൾ കൊണ്ട് പല ഭാഷകളിലായി 300-ലേറെ ചിത്രങ്ങൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം തന്നെ നേടിക്കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ബാക്കിയില്ല. പണത്തിന്റെയും പ്രശസ്തിയുടെയും നിസ്സാരതയെക്കുറിച്ച് ഏറെക്കുറെ ബോധ്യമായി കഴിഞ്ഞു. എന്നാൽ ഇനിയും ബോധ്യപ്പെടേണ്ടതായ അനുഭവ തലങ്ങൾ ധാരാളം ബാക്കി കിടക്കുന്നുണ്ട്. അറിവിന്റെ തലങ്ങളും എത്രയോ ബാക്കി. ഭാരതീയ ശാസ്ത്രങ്ങളനുസരിച്ചു ഗൃഹസ്ഥാശ്രമം പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്തത് വാനപ്രസ്ഥം, തുടർന്ന് സന്യാസം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം. എൻ്റെ ഗൃഹസ്ഥാശ്രമം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. വാനപ്രസ്ഥത്തിലേക്കും സന്യാസത്തിലേക്കും കടക്കുന്നതിനു മുൻപായി ഭൗതികമായ എല്ലാവിധ സ്വന്തബന്ധങ്ങളും അവസാനിപ്പിക്കേണ്ടതുണ്ട്. മനസ്സിന്റെ പൂർണ്ണമായ മോചനം സാധ്യമാക്കണം. കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവുകൾക്ക് വേണ്ടുന്ന തുക അവരുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ പലിശയിൽ നിന്നും ലഭിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. ചെന്നൈയിൽ സാലിഗ്രാമിലുള്ള വീട് ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയതിനു പുറമെ നല്ലൊരു തുകയും ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഭാര്യയും കുട്ടികളും എങ്ങനെ ജീവിക്കും എന്ന കാര്യത്തിൽ ഇനി ഭയപ്പാടുകളൊന്നുമില്ല. താനിന്ന് പൂജ്യനായി കഴിഞ്ഞിരിക്കുകയാണ്. യാതൊരുവിധ സമ്പാദ്യങ്ങളും സ്വന്തമായിട്ടില്ലാത്ത വെറും പൂജ്യൻ. ഇനി 2 കൈയും വീശി എങ്ങോട്ട് വേണമെങ്കിലും നടക്കാം. അതിനു മുൻപായി ഒരു കർമ്മം കൂടി. സന്യാസ ദീക്ഷയുടെ ചടങ്ങുകളുടെ ഭാഗമാണ് ഈ കർമ്മം. സന്യാസിമാരും ആചാര്യന്മാരും അവരുടെ പൂർവ്വകാലത്തെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സന്യാസ ദീക്ഷയുടെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ദീക്ഷയെടുത്തയാൾ സ്വന്തം മരണാനന്തര കർമ്മങ്ങൾ കൂടി നിർവഹിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അതുവരെയുള്ള ജീവിതം അവിടെ അവസാനിക്കുകയാണ്. പിന്നീടുള്ളത് പുതിയ ജന്മമാണ്. മിത്രൻ നമ്പൂതിരിപ്പാട് പിന്നീട് തടസ്സവാദങ്ങളൊന്നും ഉന്നയിക്കാതെ നേരെ കർമ്മങ്ങളിലേക്ക് കടന്നു. എന്നാൽ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ദാസേ, ഇത് സിനിമയല്ല. താന്ത്രിക നിയമപ്രകാരം ഇരിക്കപ്പണ്ടം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നീ ഇല്ല കേട്ടോ. നിന്റെ ഭൗതിക ശരീരത്തിന് ഇനിമേൽ ഈ ഭൂമിയിൽ യാതൊരു പ്രസക്തിയുമില്ല. ഓർമ്മ വേണം. നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം അഭിജിത്ത് എന്ന മകൻ സുന്ദർദാസ് എന്ന അച്ഛന്റെ ഇരിക്കൽ പിണ്ടം എന്ന കർമ്മം നിർവഹിച്ചു. മകൾ സ്വരൂപ കൗതുകത്തോടെ അതെല്ലാം നോക്കി നിന്നു. എന്തു കർമ്മമാണ് അവിടെ നടന്നതെന്നൊന്നും കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. പിള്ളച്ചേട്ടനും മിത്രൻ തിരുമേനിയും കാറിൽ കയറി. കുട്ടികളെ കാറിൽ കയറ്റിയ ശേഷം ഞാൻ തന്നെ പുറത്തുനിന്നും ഡോർ അടച്ചു. കാർ മുന്നോട്ട് നീങ്ങിയപ്പോൾ മാത്രമാണ് ഞാൻ കൂടെയില്ലെന്ന കാര്യം കുട്ടികൾ മനസ്സിലാക്കുന്നത്. കാറിനുള്ളിൽ നിന്നും തല വെളിയിലേക്കിട്ടുകൊണ്ട് സ്വരൂപമോൾ ഉറക്കെ വിളിച്ചു. കാർ അകലെ ദൂരെ മറഞ്ഞപ്പോഴും അച്ഛാ എന്ന ആ വിളി മാത്രം ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അനന്തകോടി നക്ഷത്രങ്ങളുള്ള ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു കോണിലുള്ള കൊച്ചു സൂര്യൻ ചുറ്റും കറങ്ങി നടക്കുന്ന ഒരു നീലഗ്രഹത്തിൽ നിന്നുമാണ് ആ ലോല ശബ്ദം ഉയർന്നത്. തലച്ചോറിലെവിടെയോ ഭീകരമായ ഒരു അഗ്നിപർവ്വത വിസ്ഫോടനം. തലച്ചോറിന്റെ
ഇടത്തെ അർദ്ധഗോളത്തിൽ നിന്നും വലത്തെ അർദ്ധഗോളത്തിലേക്ക് കൊടുങ്കാറ്റിന്റെ വേഗതയിൽ പ്രവഹിക്കുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ. എല്ലാ ബന്ധനങ്ങളും വിട്ടകലുകയാണ്. എന്റെ കാലുകൾ മുന്നോട്ട് ചലിക്കുകയാണ്. ഞാൻ നടക്കുകയാണ്. കാഷായ വസ്ത്രധാരിയായ ഞാൻ തോളിൽ ഒരു തുണിസഞ്ചിയും തൂക്കി നിർത്തിയിട്ടിരിക്കുന്ന ഒരു ലോറിക്ക് സമീപമെത്തി. ഡ്രൈവറോട് കുശലാന്വേഷണം നടത്തിയപ്പോൾ ലോറി മധുരക്കാണെന്ന് മനസ്സിലായി. ഡ്രൈവറുടെ ഔദാര്യത്തിൽ ലോറിയിൽ കയറിപ്പറ്റി. ലോറി മുന്നോട്ട് നീങ്ങി. എപ്പോഴാണ് മയങ്ങിപ്പോയതെന്നറിഞ്ഞില്ല. ലോറി ബ്രേക്കിട്ട ശബ്ദം എന്നെ ഉണർത്തി. ഞാൻ ഡ്രൈവറുടെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ല ജാമി, ഒരു മുയൽ അടിപ്പെട്ടോ എന്ന ചിഹ്ന സന്ദേഹം. പാത്തിട്ട് വരാ. ഡ്രൈവർ വെളിയിലിറങ്ങി. അല്പം കഴിഞ്ഞു ഒരു മുയലിനെയും തൂക്കിയെടുത്തുകൊണ്ട് അയാൾ മടങ്ങിയെത്തി. കൂറ്റനൊരു കാട്ടുമുയൽ. പാറുങ്കോ ജാമി, പാറുങ്കോ. അയാൾ തെല്ലോരാഹ്ലാദത്തോടെ കാട്ടുമുയലിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്റെ ശ്രദ്ധയെ അങ്ങോട്ട് ക്ഷണിച്ചു. നായാടി പിടിച്ച കാട്ടുമുയലിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാറുങ്കോ പാറുങ്കോ എന്ന് പറയുന്ന സേലംകാരൻ പൊന്നന്റെ രൂപമാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. Thank you for watching. Stay tuned for the next episode. Goodbye.